പച്ചയ്ക്ക് സിനിമയിലൊരു ഒരു സംവിധായകൻ മാത്രം അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പച്ചയ്ക്ക് സിനിമയുടെ ഒരു എല്ലാ മേഖലകളും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അഭിനയമായാലും പാട്ടിൻ്റെ കാര്യമായാലും എല്ലാത്തിലും പച്ചയ്ക്കയുടെ ഒരു ടച്ച് പ്രത്യേകിച്ചുണ്ടാവും. എനിക്കത് പ്രത്യേകിച്ച് അറിയാം, ഞാൻ പച്ചയ്ക്കയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടും കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്തരം ഒരു ടോട്ടൽ ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ പാച്ചിക്ക എന്നാണ് തിരിച്ചറിഞ്ഞത് എൻ്റെ മേഖല സിനിമയായിരിക്കും, ഞാൻ സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ഒരാളാണെന്ന് പാച്ചിക്കാട് ഒരു തിരിച്ചറിവുണ്ടാവില്ല? അത് എന്നാണ് തിരിച്ചറിഞ്ഞത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു വെറും പഠിക്കുന്ന പയ്യൻ മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ ഭയങ്കര കലാകാരന്മാരാണ്. ആ കല ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ പക്ഷേ പഠനത്തിലാണ് ശ്രദ്ധ. SLCക്ക് ഫസ്റ്റ് ക്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ട് കോളേജിൽ വന്നു. അപ്പം പിന്നെ സ്കൂളിനേക്കാളും ഭയങ്കര കലാകാരന്മാർ വേണ്ടേ കോളേജിൽ? പക്ഷെ കോളേജിലെ മറ്റുള്ള കലാകാരന്മാരുടെ പ്രകടനം എന്നെ അങ്ങോട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. അവിടെ കലയേ ഇല്ല എന്നൊരു തോന്നലായിപ്പോയി. SD കോളേജ്. അപ്പോൾ പിന്നെ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ സ്കൂളിൽ കണ്ടൊരു നാടകം, അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ തന്നെ 2-3 പേരെ കണ്ടെത്തി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം ആ നാടകം തീർന്നു പറഞ്ഞ എന്നെ അറിയാത്ത, എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രൊഫസർ കൈലാസ് എന്ന് പറഞ്ഞ ഒരു സാറുണ്ടായിരുന്നു. പുള്ളി സ്റ്റേജിലേക്ക് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ മുതൽ ഞാൻ ആ നിമിഷം മുതൽ ഞാനൊരു കലാകാരനായി അങ്ങ് നിൽക്കുക. പിന്നെ കോളേജിൽ അങ്ങ് ആവുക. കഴിഞ്ഞ് BA കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് എൻ്റെ മേഖല എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മേഖല സിനിമ തന്നെ എന്നും പറഞ്ഞ് തീർച്ചപ്പെടുത്തിയിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു, അടയാറിൽ ആപ്ലിക്കേഷൻ അയച്ചു. അതിനൊന്നും മറുപടി പോലും വന്നില്ല. അപ്പോൾ ഞാൻ MA കയറുന്നു. അപ്പോൾ ആ സീക്രട്ട് മോഹം ഇങ്ങനെ മനസ്സിൽ കിടക്കുക. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാനും പോലും തോന്നിയിട്ടില്ല, പോയിട്ടുമില്ല. ഈ ഒറ്റ മോഹം മാത്രമായിരുന്നു BA കഴിഞ്ഞപ്പോൾ. അപ്പം അന്നൊക്കെ ഇത് സംവിധായകനാണോന്ന് തന്നെയാണോ അതോ നടനാണോ? അല്ല, ഞാൻ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, ശരിക്കും അഭിനയിക്കുമായിരുന്നു. മറ്റുള്ളവരെ പിന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു എന്നിലെ ഇൻസ്ട്രക്ടറിനോടായിരുന്നു എനിക്ക് താല്പര്യം. അതാണ് ഞാൻ ഡയറക്ഷൻ എന്നുള്ള ഫീൽഡിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നിയത്.